ഓ നോക്കി അതിന്റെ ടെക്സ്ചറും അതിന്റെ കളറും. അപ്പൊ നമ്മുടെ ബീഫ് നല്ല കിട്ടുമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സൂപ്പർ കറിയാട്ടോ. അപ്പൊ നമ്മുടെ ബീഫ് ഇതാണ് കേട്ടോ. അതായത് നല്ല ഒറിജിനൽ പോത്തട്ടോ, ബൊഫല്ലോ മീറ്റ് മാത്രമാണ് ഇടുന്നത്. അല്ലെങ്കിൽ നമുക്ക് മീറ്റിന്റെ കൂടെ എല്ലുണ്ടെങ്കിൽ എല്ലും ഇടാം കേട്ടോ. അപ്പൊ എല്ലും കൂടെ ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. മീറ്റ് മാത്രം എടുക്കണമെങ്കിൽ അതിന്റെ കൂടെ ഇതേപോലെ പോത്തിന്റെ നെയ്യും കൂടെ മേടിച്ചിടാനായിട്ട് നോക്കണം കേട്ടോ. കണ്ടോ, അല്ലെങ്കിൽ നമ്മൾ മീറ്റ് എടുക്കുമ്പോൾ ഇതേപോലെ മീറ്റിന്റെ കൂടെ തന്നെ ഇങ്ങനെ നെയ്യും കൂടെ ഉള്ള പീസുകളാണെങ്കിൽ അങ്ങനത്തെ മേടിച്ചിട്ടൊക്കെയാണ് നമ്മൾ തന്നെ പോത്ത് ഇറച്ചിയുടെ കൂടെ നെയ്യും കൂടെ വന്നു കഴിഞ്ഞാലായിരിക്കും നല്ലൊരു ടേസ്റ്റ് ഡിഷ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ നമ്മൾ എടുത്തേക്കുന്ന മീറ്റ് ഇതാണ്. അപ്പൊ നമുക്ക് ഇതിന് നല്ലപോലെ വേവിച്ചെടുക്കാം. അപ്പൊ അതിന് മുമ്പ് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഒനീല ഒരു 3 എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയുള്ളി ഒരു 10-20 പീസ് എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, കറുവേപ്പില എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി. ഇത്രയും സാധനം വേണം നമുക്ക്, മെയിൻ ആയിട്ടുള്ള സാധനം കേട്ടോ. അപ്പൊ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ട് നാരിഞ്ഞെടുക്കാം കേട്ടോ. പച്ചമുളകും കൂടെ അരിഞ്ഞെടുക്കാം. നമുക്ക് ബീഫ് വേവിക്കാനായിട്ട് ഒരു കുക്കർ എടുക്കാം. കുക്കറിനകത്ത് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് ഫസ്റ്റ് വഴറ്റിയെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കടുകിട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ചെറു തീയിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാം. നമ്മളിട്ടേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വഴണ്ട് വന്നിട്ടുണ്ടോ. സവോള ഇട്ട് കൊടുക്കും. അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഉള്ളി കുറച്ച് എടുത്തിട്ട് കൊടുക്കണം. കുറച്ച് കറുവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ടേക്കുന്ന സവോള നല്ലപോലെ വഴണ്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വഴണ്ട് ഒത്തിരി ഡാർക്കൊന്നും ആകണ്ട. ഒരു ചെറിയൊരു ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് അധികം പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ. മീറ്റ് മസാല 2 ടേബിൾ സ്പൂൺ ഇടാം കേട്ടോ. ഗരം മസാല 1 ടീസ്പൂൺ. കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ. 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൊടി, ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഇട്ടേക്കുന്ന മസാലപ്പൊടികളെല്ലാം നല്ലപോലെ വരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കി, നല്ല വരണ്ട ഒരു മണം നമുക്ക് കിട്ടി തുടങ്ങും. നോക്കി, ആ ഉള്ളിയിലും സവോളയിലും ഒക്കെ ആയിട്ട് നല്ലപോലെ നമ്മൾ ഇട്ടേക്കുന്ന പൊടികളൊക്കെ വരണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മീറ്റ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മീറ്റ് ഇതിനകത്തേക്ക് ഞാൻ ഇടാൻ പോകണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാട്ടോ. വെച്ചിരുന്ന ബീഫ് നല്ല അടിപൊളിയായിട്ട് വെന്തിരിക്കുന്നുണ്ട്. അതിന്റെ ഗ്യാസൊക്കെ ഫുള്ള് പോയിട്ടോ. ഇത് തുറക്കാം. ഓ, നല്ല അടിപൊളി മണം കേട്ടോ. നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ബീഫ് നല്ല കിട്ടുമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും ചാറാണുള്ളത്, നമുക്ക് കുറച്ചും കൂടെ ചാറാക്കണം. ഓ നോക്കി, അതിന്റെ ടെക്സ്ചറും അതിന്റെ കളറും നല്ല കിടിലുമായിട്ട്. സൂപ്പർ കറിയാട്ടോ. കുറച്ച് ഉപ്പ് കുറവാണ്, ഉപ്പാണ് ഇതിലുമായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കുറച്ചും കൂടെ ചാറാക്കണം. നമുക്ക് ഗ്രേവി വേണം കേട്ടോ. നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കും. നല്ലപോലെ തിളച്ചേട്ടോ. നോക്കി, കുറച്ച് കറിവേപ്പിലയും കൂടെ വന്നിട്ട് കൊടുക്കാം കേട്ടോ.
ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് മതി കേട്ടോ. ഇത് നമുക്ക് ബ്രെഡിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ട ടേസ്റ്റ് നോക്കാനായിട്ട് ഇതുണ്ട്. ഇതും കൂടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിടിച്ച് കഴിഞ്ഞാൽ അടിപൊളി കേട്ടോ. ഓക്കെ, ഇങ്ങനെ എടുത്ത് ബ്രെഡില് അടിപൊളി.